BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 25-ന്. കേസിൽ വാദം പൂർത്തിയായി. അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 25-ന്. കേസിൽ വാദം പൂർത്തിയായി. ദാറ്റ് ഇഡിയറ്റ് സിമ്പതിക്ക് വേണ്ടി ചാടിയെന്ന് വകുപ്പ് മേധാവി MK റാം പറയുന്നത് കേട്ടുവെന്ന് നിതിന്റെ സഹപാഠി മൊഴി നൽകിയിരുന്നു. ഡോക്ടർ റാം OBC വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഏപ്രിൽ 17-നാണ് ഡോക്ടർ റാമും സംഗീത നമ്പ്യാരും കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ. ആത്മഹത്യ ചെയ്ത നിതിൻ രാജ് എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട 2 അധ്യാപകരുടെ ജാമ്യാപേക്ഷയാണ് ഇവിടെ കോടതിയിലുണ്ടായിരുന്നത്. 2 ജാമ്യാപേക്ഷയും SC/ST വകുപ്പ് അട്രാക്ട് ചെയ്തതുകൊണ്ട് വിക്ടിമിൻ്റെ ഫാദർക്ക് നോട്ടീസ് പോകും. ആ ഫാദർക്ക് നോട്ടീസ് പോയ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഹാജരായി നമ്മുടെ ഭാഗങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. 2 പേർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് കുടുംബത്തിന് വേണ്ടി നമ്മൾ ഹാജരായി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒന്നാം പ്രതിയായിരുന്ന ഡോക്ടർ റാം ഒരു സർട്ടിഫിക്കറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യമായി എതിർത്ത കാര്യം. അതായത് അദ്ദേഹം ട്രൈബ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി SC/ST ആക്ടുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അത് ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം ഈ വിജേന്ദ്രിയ എന്ന കമ്മ്യൂണിറ്റി SCയിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ കർണാടകയിലുള്ള SC കമ്മ്യൂണിറ്റികൾ ഇവരുടെ മൊത്തം ലിസ്റ്റും നമ്മൾ കോടതി മുമ്പാകെ ഹാജരാക്കിയതോടുകൂടി അവർ ആ വാദത്തിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നീട് ഇതൊരു ആത്മഹത്യാ നോട്ടില്ലാത്ത കേസായതിനാൽ ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൂടി പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നിതിൻ എന്ന് പറയുന്ന കുട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി ഹയർ മാർക്കോടുകൂടി +2 പാസ്സായി. എന്നിട്ട് 2 വർഷമാണ് ഒരു മെഡിക്കൽ സീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് എഴുതി അവസാനം ഈ അച്ചീവ്മെൻറ്റ് നേടിയത്. ആ നേടിയത് മുതൽ കുട്ടി ആ കോളേജിൽ കണ്ടിന്യൂസ് ഹരാസ്മെൻ്റ് ആണ്. അതായത് ആ കുട്ടി വന്നത് മുതൽ ഈ കുട്ടിയെ തെരുവ് പട്ടി അങ്ങനെ ആ രീതിയിലാണ് ആ കോളേജിൽ നിന്നും അവമാനം. അതായത് നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് മൂമെൻ്റ് അല്ല, ഇതൊരു തുടക്കം മുതലുള്ള കുട്ടിക്ക് നേരെയുള്ള ആക്രമണമാണ്. അതിൻ്റെ അവസാനമാണ് ആത്മഹത്യ. ഈ തുടക്കം മുതൽ എന്ന് പറയുന്നതിൽ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നത് കുട്ടിയുടെ സഹോദരിയോടാണ്. ആ സഹോദരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുട്ടി നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ തന്നെ 13-ാം തീയതി ഈ കുട്ടി എന്നെ ഹരാസ് ചെയ്യുന്ന 2 പേരാണ്. ആ 2 പേരുടെ ഫോട്ടോ ഈ സഹോദരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി ഈ നമ്പറിൽ ഇത്ര മണി സമയത്ത്, അതായത് രാത്രി 10:25-നും 26-നുമാണ് അയച്ചു കൊടുക്കുന്നത്. അത് കൃത്യമായി ഫോട്ടോ 2 പേരുടേത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിറ്റേ ദിവസം സഹോദരി ചോദിക്കുന്നുണ്ട്, നിന്റെ പരാതി എന്തായി? അപ്പോൾ പരാതി ഞാൻ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും 2 പേർക്കും ഇതിൽ തുടർച്ചയായ പങ്ക് ഈ വ്യക്തമായും അവർക്ക് ഇതിൽ കൃത്യത്തിൽ പങ്കുള്ളതാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ രജിസ്റ്റർ ചെയ്ത 1ഉം 2ഉം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് എഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദത്തിന് വന്നിട്ടുള്ളത്. ജാമ്യ ഹർജിയിൽ 1-ാം പ്രതിയുടെ വാദം താൻ കർണാടകയിലുള്ള വജേന്ദ്രി എന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളാണെന്നും അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ വജേന്ദ്രി എന്ന ജാതി അത് SC അല്ല എന്നും അത് OBC ഗ്രൂപ്പിലാണെന്നും അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്നും നമുക്ക് സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വ്യാജമായിട്ട് എന്തെങ്കിലും ബിരുദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗ്യതകളോ നേടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഏതായാലും ആ ഭാഗം തൽക്കാലം മാറ്റി നിർത്താം. ഇന്ന് മുൻകൂർ ജാമ്യത്തിന് വാദത്തിന് വന്നപ്പോൾ ഞങ്ങൾ പ്രധാനമായി 1-2 കാര്യങ്ങൾ പറഞ്ഞത്, SC/ST വകുപ്പുള്ള ഈ കേസിൽ നിയമപരമായി ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് നിയമപരമായി തടസ്സമുണ്ട്. സ്പെസിഫിക് ബാർ എന്നാണ് പറയുക. അതിൻ്റെ വകുപ്പ് പ്രകാരം മുൻകൂർ ജാമ്യം ഒരു പ്രഥമദൃഷ്ട്യാ SC/ST കേസ് നിലനിൽക്കുകയാണെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആദ്യത്തെ വാദം. പ്രതിഭാഗത്തിൻ്റെ പ്രധാന വാദം എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് പ്രിൻസിപ്പാളും സഹ അധ്യാപകരും ഒരു ലോണാപ്പുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളും ചോദ്യം ചെയ്ത സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് 13 മുതൽ ഇങ്ങോട്ട് ഈ അധ്യാപകന്റെ ക്രൂരമായ പെരുമാറ്റം, ഈ കുട്ടി പട്ടിക ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പലപ്പോഴും ഹറാസ് പരസ്യമായി ക്ലാസ്സിലും സ്റ്റാഫ് റൂമിലും വെച്ച്
ഹറാസ് ചെയ്ത ഈ അധ്യാപകൻ സംഭവ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ പ്രതിഭാഗം പറയുന്നു, അന്ന് അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നമ്മുടെ ഈ പ്രിൻസിപ്പാളിന്റെയും അതുപോലെ തൊട്ടടുത്ത സ്റ്റാഫ് റൂമിലെയും CCTV വിഷ്വൽസ് എടുത്തിട്ട് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയിരിക്കുകയാണ്. കൃത്യമായി 12:30-ക്ക് ശേഷം 2 മണിയോളം ഈ അധ്യാപകൻ റാം എന്ന് പറയുന്ന ഒന്നാം പ്രതിയായ റാം എന്ന് പറയുന്ന അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും കുട്ടിയും അധ്യാപകനും സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചുണ്ടായിരുന്നു. നിതിന്റെ മരണത്തിൽ പങ്കില്ലെന്നും ആത്മഹത്യക്ക് കാരണം ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമാണെന്നുമാണ് അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. സംഭവ ദിവസം പ്രിൻസിപ്പലിന്റെ റൂമിൽ താനില്ലായിരുന്നുവെന്നും റാം പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി ജീവനൊടുക്കിയതായി കുടുംബം പറയുന്നത്.